സ്ഥാപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വൃക്ഷങ്ങൾ നമുക്ക് തണലും ഫലങ്ങളും തടിയും വിറകും ഓക്സിജനും മാത്രമല്ല നൽകുന്നത്, മറിച്ച് ചില വൃക്ഷങ്ങൾ നമ്മുടെ വീടിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വലുതായ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യവും നൽകും. ഈ കാര്യം നമ്മുടെ പൂർവികർ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിനെ വരും തലമുറകൾക്കായി അവർ എഴുതി സൂക്ഷിച്ചു. അങ്ങനെ പിൽക്കാലത്ത് അതിനെ വൃക്ഷായുർവേദം എന്ന് വിളിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വൃക്ഷങ്ങൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ദിശകൾക്കനുസരിച്ച് ഗുണദോഷ ഫലങ്ങൾ നൽകും. അതായത് ഒരു ദിശയിൽ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യവും നൽകുന്ന വൃക്ഷങ്ങൾ മറ്റൊരു ദിശയിലായാൽ നിർഭാഗ്യങ്ങളും ദുരിതങ്ങളും നൽകും. അതിനാൽ നമ്മൾ ഈ വൃക്ഷങ്ങളെ ശരിയായ ദിശയിൽ നട്ടുവളർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്കുഭാഗത്തായി പേരാൽ നട്ടു വളർത്തിയാൽ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. എന്നാൽ ഈ പേരാൽ നടുമ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാന വാതിൽ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി വേണം നടുവാൻ. ഗൃഹത്തിൽ നിന്നും നോക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ മുൻവശത്ത് ഇടതുവശത്തായി നടുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഈ ഐശ്വര്യം തരുന്ന പേരാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ആയുധത്താലുള്ള മുറിവുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് അരയാലിൻ്റെയും കാര്യം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പേരാലിന് പകരം അരയാൽ നിന്നാൽ ആ ഗൃഹത്തിനും ഗൃഹത്തിൽ താമസിക്കുന്നവർക്കും അഗ്നിബാധ ഉണ്ടാകാം. എന്നാൽ ഈ അരയാൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് നിൽക്കുന്നതെങ്കിൽ ആ അരയാൽ നമ്മൾ അധിവസിക്കുന്ന വീടിനും അവിടെ താമസിക്കുന്നവർക്കും ഐശ്വര്യത്തെ നൽകും. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി ഇലഞ്ഞിമരം നിന്നാലും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ വീടിൻ്റെ മുൻവശത്തെ പ്രധാന വാതിൽ മറയത്തക്ക വിധത്തിൽ ഇത് നടാൻ പാടില്ല. പ്രധാന വാതിലിന് ഇടതുവശത്തോ വലതുവശത്തോ ആയി അല്പം മാറി നടാം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സൂര്യപ്രകാശവും കാറ്റും തടയുവാൻ പാടില്ല. അതിനാലാണ് പ്രധാന വാതിലിന് നേരെ ഒരു വൃക്ഷവും നടരുത് എന്ന് പറയുന്നത്. വൃക്ഷങ്ങൾ മാത്രമല്ല, തൂണുകളോ മറ്റ് മറകളോ ഒന്നും തന്നെ പ്രധാന വാതിലിന് നേരെ വന്ന് കാറ്റിനെയും വെളിച്ചത്തെയും തടയുവാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരാനും നെഗറ്റീവ് എനർജി പുറന്തള്ളാനും പ്രധാന വാതിലിന് മുൻവശം തുറസായിട്ടിരിക്കണം. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഏഴലമ്പാല നിൽക്കുകയാണെങ്കിൽ അത് ഐശ്വര്യപ്രദവും ഭാഗ്യാനുഭവങ്ങളെ തരുന്നതുമാണ്. ഇനി വീടിൻ്റെ വടക്കു ഭാഗത്തും തെക്ക് ഭാഗത്തും ഏതേത് വൃക്ഷങ്ങൾ നടാമെന്ന് നോക്കാം. നമ്മുടെ വീടിൻ്റെ വടക്കു ഭാഗത്തായി മാവും ഇത്തിമരവും നാഗമരവും നിൽക്കുന്നത് വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ശ്രേഷ്ഠങ്ങളായ ഫലത്തെയും ഐശ്വര്യത്തെയും നൽകും. എന്നാൽ നമ്മുടെ വീടിൻ്റെ വടക്കു ഭാഗത്തായി അത്തിമരം നട്ടു വളർത്തരുത്. അങ്ങനെ വീടിൻ്റെ വടക്കുവശത്തായി നിൽക്കുന്ന അത്തിമരം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉദരരോഗത്തെ നൽകും. വീട്ടിലുള്ളവർക്ക് ഉദരരോഗം വിട്ടൊഴിഞ്ഞ സമയമുണ്ടാകില്ല. ഇനി വീടിൻ്റെ തെക്കുഭാഗത്തെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തെക്കുഭാഗത്തായി പുളിമരവും അത്തിമരവും നിൽക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉത്തമങ്ങളായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. എന്നാൽ വീടിൻ്റെ തെക്കുഭാഗത്തായി ഇത്തിമരം നിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ചിത്തഭ്രമം അഥവാ ഭ്രാന്തോ അതല്ല എങ്കിൽ മാനസിക സംഘർഷങ്ങളോ ഉണ്ടാകാം. അതുപോലെ വീടിൻ്റെ മുൻവശം ഒഴികെയുള്ള 3 വശങ്ങളിലും നട്ടു വളർത്താവുന്ന വൃക്ഷങ്ങളുണ്ട്. ഇവയാണ് ദേവതാരം, നെല്ലി, പ്ലാവ്, അശോകം, ചന്ദനം, കരിഞ്ഞാലി, പുന്നമരം എന്നീ വൃക്ഷങ്ങളും ചെമ്പകം, വാഴ, വെറ്റിലക്കൊടി എന്നിവയും. ഇവ വീടിൻ്റെ 3 ഭാഗങ്ങളിലും നട്ടു വളർത്തിയാൽ ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ വീടിൻ്റെ 4 ഭാഗങ്ങളിലും ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നട്ടു വളർത്താവുന്നതാണ്. ഇതിൽ തന്നെ പ്ലാവ് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലൊഴിച്ച് നട്ടു വളർത്താവുന്നതാണ്. എന്നാൽ പ്ലാവിൻ്റെയും മറ്റ് വൃക്ഷങ്ങളുടെയും തടിയും ശിഖരങ്ങളും മൂലം പ്രധാന വാതിൽ മറയാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീടിൻ്റെ തെക്കുഭാഗത്തായി തെങ്ങ്, പടിഞ്ഞാറ് ഭാഗത്തായി കമുക്, വടക്കു ഭാഗത്തായി മാവ് എന്നിവ നട്ടുവളർത്തുന്നതും ഉത്തമമാണ്. ഇതുകൂടാതെ ദേവതാരം, അശോകം, കൊന്ന അഥവാ കണിക്കൊന്ന, ചെമ്പകം, നെല്ലി, കൂവളം, വേങ്ങ, കടുക്ക എന്നീ വൃക്ഷങ്ങൾ ശുഭകരങ്ങളായ വൃക്ഷങ്ങളാകയാൽ ഈ വൃക്ഷങ്ങൾ വീടിൻ്റെ ഏത് ദിക്കിൽ നിന്നാലും ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ഐശ്വര്യവും ശ്രേയസ്സും നൽകുന്നവയാണ്. മാത്രവുമല്ല, ഈ വൃക്ഷങ്ങൾക്ക്
ഔഷധ ഗുണമുണ്ടാകയാൽ ഈ വൃക്ഷങ്ങൾ നിൽക്കുന്ന പുരയിടത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നത് കാരണം അവിടെ വസിക്കുന്നവരുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്. വീടിൻ്റെ ഉയരം നോക്കി വേണം വൃക്ഷങ്ങൾ നട്ടുവളർത്തുവാൻ. വൃക്ഷങ്ങൾ വീടിൻ്റെ അടുത്തായാണ് നിൽക്കുന്നതെങ്കിൽ വീടിൻ്റെ ഉയരത്തിൽ വരുന്നത് ഗൃഹത്തിനും ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്കും ദോഷം ചെയ്യും. പ്രത്യേകിച്ചും നിസ്സാരങ്ങളായ വൃക്ഷങ്ങൾ അഥവാ കാതൽ ഒട്ടും തന്നെ ഇല്ലാത്ത മുരിങ്ങ, മുരുക്ക്, പ്ലാമട്ടി എന്നീ വൃക്ഷങ്ങൾ വീടിന് തൊട്ടടുത്തായി വീടിൻ്റെ ഉയരത്തേക്കാൾ ഇരട്ടി ഉയരത്തിൽ ഇവ വളരുവാൻ അനുവദിക്കരുത്. തടികളുടെ സ്വഭാവമനുസരിച്ച് വൃക്ഷങ്ങളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായി അന്തസാര വൃക്ഷങ്ങൾ. ഉള്ളിൽ കാതലും പുറമെ വെള്ളയുമായിട്ടുള്ള വൃക്ഷങ്ങളാണ് അന്തസാര വൃക്ഷങ്ങൾ. ഉദാഹരണമായി പ്ലാവ്. രണ്ടാമതായി നിസാര വൃക്ഷങ്ങൾ. കാതൽ ഒട്ടും തന്നെ ഇല്ലാത്ത വൃക്ഷങ്ങളാണ് നിസാര വൃക്ഷങ്ങൾ. മുരിങ്ങ, മുരുക്ക് മുതലായ മരങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. മൂന്നാമതായി ബഹിസാര വൃക്ഷങ്ങൾ. ഭൂരിഭാഗം കാതലും അല്പം മാത്രം വെള്ളയുമുള്ള മരങ്ങളാണിവ. കരിമ്പന, തെങ്ങ്, കമുക് എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. നാലാമതായി സർവസാര വൃക്ഷങ്ങൾ. മുഴുവൻ കാതൽ മാത്രമായതും വെള്ള അല്പം പോലുമില്ലാത്തതുമായ വൃക്ഷങ്ങളാണ് സർവസാര വൃക്ഷങ്ങൾ. ഇതിന് ഉത്തമമായ മരങ്ങളാണ് തേക്ക്, ഇരുൾമരം, ഇരുമുള്ള് എന്നിവ. കറിവേപ്പ്, കള്ളിപ്പാല, കാഞ്ഞിരം, ചേര്, താന്നി, വയ്യങ്കത, ഊകമരം, നറുവലി, സ്വർണ്ണക്ഷീരി, കറുമൂസ് എന്നീ അശുഭപ്രദങ്ങളായ വൃക്ഷങ്ങൾ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യക്ഷയവും ആപത്തും വരുത്തിവെക്കും. മേൽപ്പറഞ്ഞ വൃക്ഷങ്ങളുടെ ചില ദിക്കിലേക്ക് പോകുന്ന വേരുകൾക്ക് വിഷാംശം കൂടുതലുള്ളതിനാലാണ് ഇവ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ വൃക്ഷങ്ങൾ വീടിൻ്റെ അതിർത്തി വിട്ട് ദൂരെ നിൽക്കുന്നവയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ മുരിങ്ങമരം നിൽക്കുന്നതും ശോഭനമല്ല. ഗൃഹം നിൽക്കുന്ന പറമ്പിൽ മരുഭൂമിയിൽ വളരുന്നവയായ കള്ളിമുൾ ചെടികളും ആകൃതി ഒപ്പിച്ച് വെട്ടിനിർത്തുന്ന കുറ്റിച്ചെടികൾ അഥവാ ബുഷ് പ്ലാന്റുകൾ എന്നിവയും ശാസ്ത്രവിരുദ്ധങ്ങളാകയാലും കൃത്രിമത്വം നിറഞ്ഞതാകയാലും ഇവയെല്ലാം ഗൃഹം നിൽക്കുന്ന പറമ്പിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഭൂതാവാസ വൃക്ഷങ്ങളായ പാല, വേപ്പ് എന്നിവയും ഭൂമിയുടെ ജലാംശം കൂടുതൽ വലിച്ചെടുത്ത് ഭൂമിക്ക് വരൾച്ച ഉണ്ടാക്കുന്ന അക്കേഷ്യ, കോണിഫറസ് തുടങ്ങിയവയും ഗൃഹമിരിക്കുന്ന പറമ്പിൽ നിന്നും ഒഴിവാക്കണം. മേൽപ്പറഞ്ഞ അശുഭകരങ്ങളായ വൃക്ഷങ്ങൾ ഏതെങ്കിലും വൃക്ഷം ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ജന്മനക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള വൃക്ഷമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷം വീടിൻ്റെ പരിധിക്കുള്ളിൽ വളർന്നതുകൊണ്ട് ദോഷമില്ല. അതിനാൽ വീടിൻ്റെ 4 ദിക്കുകളിൽ ഈ പറഞ്ഞ ഉത്തമങ്ങളായ മരങ്ങളും ചെടികളും നിൽക്കുന്നുണ്ടെങ്കിൽ അവ വെട്ടിക്കളയാതെ പരിപാലിക്കുകയോ അഥവാ നട്ടുവളർത്തുകയോ ചെയ്താൽ ആ ഗൃഹത്തിനും അവിടെ താമസിക്കുന്നവർക്കും ഐശ്വര്യവും ശ്രേയസ്സും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. അതുമാത്രമല്ല സൽസന്താനങ്ങളെയും ലഭിച്ച് വളരെ നാൾ ഐശ്വര്യത്തോടുകൂടി ജീവിക്കാവുന്നതുമാണ്. ഉത്തമങ്ങളായ വൃക്ഷങ്ങൾ അതാത് ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ താമസിച്ചെങ്കിൽ മാത്രമേ ഐശ്വര്യവും ശ്രേയസ്സും ഭാഗ്യാനുഭവങ്ങളും കിട്ടുകയുള്ളൂ. അല്ലാതെ വീട് പണിതിട്ടിട്ട് അവിടെ താമസിക്കാതെ ഇരുന്നാൽ ഈ വൃക്ഷങ്ങളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരികയില്ല. ഈ അറിവുകൾ നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും വരും തലമുറകൾക്കായി എഴുതി വച്ചിരിക്കുന്നതുമാകയാൽ പ്രിയ പ്രേക്ഷകർ ഈ ഉത്തമങ്ങളായ വൃക്ഷങ്ങളും ചെടികളും അതാതിന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നട്ടുവളർത്തി സത്യാവസ്ഥ സ്വയം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.